ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ഡേയിലെ വീഡിയോ ആണ്. ഫസ്റ്റ് 2 വീഡിയോസും കണ്ടിട്ട് അതുപോലെ ഫോളോ ചെയ്ത് മൂന്നാമത്തെ ഡേ വേണം നമ്മൾ ചെയ്യാനായിട്ട്. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ താരനൊക്കെ മാറ്റി മുടിയെ സ്കാൽപ്പൊക്കെ ക്ലീൻ ആക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് ഒരു ഡേ ഗ്യാപ്പിലാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ തലയിലെ ഈരും പേനും ഒക്കെ മാറ്റി മുടി സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു നല്ല ഓയിലാണിത്. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലൊരു ഓയിൽ ഉണ്ടാക്കി ഒരു ചെറിയ ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ഏകദേശം 1 മാസത്തോളം ഉപയോഗിച്ച് കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പോലെ മാറി മുടി അതേസമയം തന്നെ ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല തിളക്കമുള്ളതാക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നീം ലീവ്സ് അല്ലെങ്കിൽ വേപ്പല വേണം. പിന്നെ അതേസമയം തന്നെ തുളസി ഇലയും വേണം. അതായത് രണ്ടും ഓരോ പിടിയാണ് വേണ്ടത്. നല്ലതുപോലെ കഴുകി ഉണക്കിയ നീം ലീവ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ തുളസിയില എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾ ആ ഒരു നീം ലീവ്സ് എത്രയുണ്ടോ അതേ അളവിൽ തന്നെ തുളസിയില എടുക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക. അതും അതായത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. നല്ല ഗുണം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ്. അലോവേര നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ടല്ല വേണ്ടത്. ഞാനത് എങ്ങനെയാണെന്ന് പിന്നെ കാണിച്ചു തരാം. ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീം ലീവ്സും തുളസിയും കൂടെ ഇതുപോലെ എന്തെങ്കിലും ഒരു കല്ലിലിട്ടിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കണം. നല്ലപോലെ ചതച്ചെടുക്കണം. അതിൻ്റെ നീരും ഒക്കെ ചേരുന്ന മാതിരി നല്ലതുപോലെ ചതച്ചെടുക്കുക. മിക്സിയിലിട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ ഒന്ന് ഇടിച്ച് നല്ലപോലെ ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ചതച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു ചതച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നമുക്കൊരു ചൂടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചതച്ചതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒലിവ് ഓയിലും ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഉപയോഗിക്കാം, കാരണം ഇലയായിട്ട് ചേരുമ്പോഴത്തേക്ക് നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ വലിയൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും അതിനകത്ത് ഒഴിക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ വെച്ചേക്കണം. അതായത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കുക വെളിയിൽ. ഓക്കെ, ഇതൊന്നും ചെയ്യരുത്. അരമണിക്കൂർ അങ്ങനെ തന്നെ വെളിയിൽ വെച്ചേക്കണം. ഇപ്പം ഞാൻ ഇതൊരു അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, അവൻ തിളച്ച് തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത്. ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ഒരു 3 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി. കാരണം ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. കാരണം നമുക്ക് തലയിൽ തേക്കുമ്പോൾ മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പെടലിക്കൊക്കെ എല്ലാവർക്കും അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം അതെങ്ങനെയാണ് മൂത്ത് പോകുന്നതെന്ന്. കണക്ക് കറക്റ്റായിട്ട് നോക്കുക. ആ ഇലയുടെ ഡാർക്ക് കളറൊന്ന് മാറുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കാം. ഡാർക്ക് കളർ ഒന്ന് മാറിയാൽ മതി. ഒരുപാടിട്ടങ്ങ് കരിക്കൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോണം. തീ എപ്പോഴും തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തീ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് തീയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കറക്റ്റ് ഷാർപ്പായിട്ട് നിങ്ങൾ നോക്കിക്കോണം. എപ്പോഴാണോ നിങ്ങൾ വെക്കുന്നത് വെച്ച് തൊട്ടല്ല നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തിളച്ച് തുടങ്ങുന്നത് എപ്പോഴാണോ അത് തൊട്ട് 3 മിനിറ്റ് വരെ നിങ്ങൾ വെച്ചേക്കണം. 3 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഓഫ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് അത് തിളച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചട്ടിയുടെ ഉള്ള ചൂടിൽ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ഒരു നല്ലപോലെ തണുക്കുന്നത് വരെ, തണുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാം. ഒരു ഇളം ചൂട്, ഒരുപാടങ്ങ് തണുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇന്നൊരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് തണുത്ത് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം തലയോട്ടിയിൽ ഇളം ചൂടുള്ള എണ്ണ തേക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു അരമണിക്കൂറോ എങ്കിലും തണുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ അരിച്ച് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് എടുക്കരുത്. ഒരു നല്ല തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും നല്ല വെള്ള തുണിയിലോ അല്ലെങ്കിൽ ഒരു അരിപ്പിലോ നല്ലതുപോലെ അരിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഞാൻ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെങ്കിലും എടുത്തപ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണയെന്ന് പറയുന്നത്. നല്ല ഒലിവ് ഓയിലിൻ്റെ ആണ് ഒരു പച്ച കളറും അതുപോലെ തന്നെ നമ്മുടെ ഇലയുടെയൊക്കെ കളറാണ്. ഇത് നമുക്കിനി എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. തലയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മുടി നല്ലപോലെ നല്ലപോലെ ഇപ്പം ഞാൻ ഓൾറെഡി ഉടക്കെടുത്ത് വെച്ചേക്കാണ്. നല്ലപോലെ മുടിയുടെ തുമ്പിലെല്ലാം നല്ലപോലെ ചീകി ഉടക്കെടുത്തതിന് ശേഷം തലയിൽ നല്ല രീതിയിൽ തലയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എണ്ണ തേക്കുന്നതിന് ഒരു 5 മിനിറ്റ്സ്
എണ്ണ തേക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ്സ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ എണ്ണ തേക്കാനായിട്ട്. എങ്കിലും നമുക്ക് ആ ഒരു എണ്ണ തേക്കുമ്പോൾ ആ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്യാം. നമ്മൾ നല്ലപോലെ അത് എഫക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ പൗരെടുത്തിട്ട് നമ്മുടെ അലോവേറ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, ഇപ്പൊ അലോവേറ തലയിലെ പെയിൻ പോകാനായിട്ട് വളരെ നല്ലതാണ്. ഇതുപോലൊരു ഫ്രഷ് അലോവേറ എടുത്തിട്ട് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെ തലമുടിയിലൊക്കെയാണ് ഉള്ളതെങ്കിൽ കുട്ടികളുടെ തലമുടി ഇതുപോലെ പൗരെടുത്തിട്ട് ഇതുപോലെ എടുത്ത് നല്ലപോലെ ആ ഒരു സ്കാൽപ്പിലെല്ലാം ഫസ്റ്റ് അപ്ലൈ കൊടുക്കുക. ഓരോ രീതിയിലും സ്കാൽപ്പിൽ നല്ല രീതിയിൽ തടയി കൊടുക്കുക. പെയിൻ വളരെ പെട്ടെന്ന് പോകും ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ. ഇപ്പം ചലഞ്ച് ചെയ്യുന്നവർക്ക് ഇന്ന് മാത്രം ഞാൻ പറയുന്നത് പോലെ ഇത് ചെയ്താൽ മതി. പക്ഷെ ചലഞ്ച് ചെയ്യാത്ത കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ചിലർക്കൊക്കെ പറയാറില്ലേ കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടെന്ന്, അവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം മുടി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയണം. കഴുകിക്കളഞ്ഞതിന് ശേഷം ഒരു പെയിൻ ചീപ്പോ എന്തെങ്കിലും വെച്ചിട്ട് മുടി നല്ലപോലെ പെയിൻ നല്ലപോലെ ചീക്കറിയണം. ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയാറില്ലേ ഇതുപോലെ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ലപോലെ ഫുള്ള് മസാജ് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ക്രൗൺ ഏരിയ ഒരിക്കലും മറക്കരുത്. അവിടെയാണ് നല്ലപോലെ മസാജ് ചെയ്യുക. അതായത് അവിടത്തേക്ക് മുടി ഇങ്ങനെ വട്ടത്തിൽ പോയി ഭയങ്കര വൃത്തിയിടാവും. അതുകൊണ്ട് ആ ഒരു ഏരിയ വിട്ടു പോകരുത്. ഇപ്പം നമ്മുടെ അലോവേര ഫുള്ളായിട്ട് ഞാൻ തേച്ചിട്ടുണ്ട്. തേച്ചതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തും കൊടുത്തു. മുടിയിലൊന്നും തേക്കണമെന്നില്ല, നമ്മുടെ ആ തലയോട്ടിയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് അങ്ങനെ വെച്ചേക്കാം. ഓക്കെ, 5 മിനിറ്റ്സ് നേരം തലയിൽ അത് ആ ഒരു എന്താ പറയുന്നത് അലോവേര ജെൽ ഒരു 5 മിനിറ്റ്സ് അങ്ങനെ ഒന്ന് പിടിക്കട്ടെ. പിടിച്ചതിന് ശേഷം വേണം നമ്മളിത് ഓയിൽ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, നല്ലപോലെ ഇങ്ങനെ ശേഷം അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഓയിൽ അപ്ലൈ ചെയ്യാം. അടുത്തത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഓരോ പൗരെടുത്തതിന് മുടി നല്ലപോലെ ചീകി പൗര എടുത്തിട്ട് ഈ ഒരു എണ്ണ എപ്പോഴും നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തലയോട്ടിയിലാണ് അധികമായിട്ട് വരേണ്ടത്. കാരണം ഇതിനകത്ത് വേപ്പിലയും കറിവേപ്പിലയും അടങ്ങിയത് കൊണ്ട് പെയിൻ വളരെ പെട്ടെന്ന് പോകും. നിങ്ങൾ ഇങ്ങനെ തലമുടി ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തലയുടെ ഓരോ ഇതും എടുത്ത് നല്ല രീതിയിൽ മസാജ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുടിയിൽ ഒരുപാട് പെയിൻ ഉള്ളവരാണെങ്കിൽ, പെയിനും ഈരും ഒക്കെ ഒരുപാടുള്ളവരാണെങ്കിൽ തലയിൽ ഒരുപാട് നേരം എണ്ണ വെക്കാൻ പാടില്ല. കുറച്ച് നേരം, അതായത് കൂടിപ്പോയ ഒരു അരമണിക്കൂർ മാത്രമേ എണ്ണ വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എണ്ണ വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ആ എണ്ണ നമ്മുടെ തലയിൽ നിന്ന് കഴുകി കളയുകയും വേണം. ഏതെങ്കിലും ഒരു ഹെർബൽ ഷാമ്പുവോ നാച്ചുറൽ ആയിട്ടുള്ളൊരു താളിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു എണ്ണ നല്ല രീതിയിൽ കഴുകി കളയാൻ വേണം. എങ്കിൽ മാത്രമേ വീണ്ടും ആ പെയിനും മുട്ടയൊക്കെ ഇട്ട് ഈരൊന്നും ആവാതിരിക്കാനും മുടി നല്ല വൃത്തിയായിട്ടിരിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെ തലയിൽ ഫുള്ളായിട്ട് മസാജ് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞു. നല്ല രീതിയിൽ തുമ്പ് വരെയും എണ്ണ തേച്ച് കൊടുത്ത് നല്ല തലയോട്ടിയിൽ നല്ല മസാജ് ചെയ്ത് വിട്ടതിന് ശേഷം മുടിയുടെ ഓരോ മുടിയായിട്ട് എടുത്തിട്ട് തേച്ച് അതിനുശേഷം ഇതുപോലെ ഒരു ചീപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ തുമ്പ് വരെ നിങ്ങളത് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അപ്പൊ എണ്ണ എല്ലാ ഇടങ്ങളിലും ഒരേപോലെ പടരുകയും ഒരേപോലെ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം മുടി എങ്ങനെയെങ്കിലും നമ്മുടെ മുകളിലോ എങ്ങനെയെങ്കിലും ഒന്ന് വാരി ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം കുറച്ച് നേരം, അത് ഒരു അരമണിക്കൂർ മതി. അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വെക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു നല്ല ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഹെർബൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഇപ്പോൾ ഇന്ന് നമ്മൾ കഴുകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു എന്ന് പറയുന്നത് നല്ല ചെമ്പരത്തി ഇല നല്ല രീതിയിൽ അരച്ചിട്ട്, ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും ചേർത്ത് 5 അതിലുള്ള ചുമന്ന ചെമ്പരത്തി പൂ ഉണ്ടല്ലോ, അതും ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും കൂടെ മിക്സിയിൽ നല്ലപോലെ അരച്ചിട്ട് അരിച്ചെടുക്കാതോ അരയ്ക്കാം. കാരണം ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ അരിച്ചെടുത്തില്ലെങ്കിൽ അത് പൊടിയൊക്കെ ഇരിക്കും, തലയിലിരിക്കും, നല്ലപോലെ ഉണങ്ങിയാലേ പോവുള്ളൂ. അല്ലെങ്കിൽ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം കഴുകിക്കളയുക. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ കഴുകുക. ഇല്ലാത്തവർക്ക് ഹെർബൽ ഷാമ്പു യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകിക്കളയുകയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഞാനിപ്പോൾ കുളിച്ചു കഴിഞ്ഞു. ഞാനൊരു മണിക്കൂർ തലയിൽ വെച്ചിട്ട് അതിനുശേഷമാണ് കുളിച്ചത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഞാൻ ഷാമ്പു ഒന്നും ഇട്ടില്ല. ജസ്റ്റ് നമ്മുടെ ഷീയക്കാടെ പൊടി കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഒന്ന് കഴുകി തല കഴുകി കളഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ തലയിൽ ഒരുപാട് പേനും ഈരും ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡേ ഗ്യാപ്പ് ഇട്ടല്ലേ കുളിക്കാറ്. ചിലർ ഡെയിലി കുളിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഓയിൽ ആ ഡെയിലി കുളിക്കുന്ന സമയത്ത് തേച്ച് കുളിക്കുവാണെങ്കിൽ നല്ലപോലെ പേനൊക്കെ മാറുന്നതായിരിക്കും. അതുപോലെ കൊച്ചു കുട്ടികളിലൊക്കെ ഒരുപാട് പേനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിലുണ്ടെങ്കിൽ ഡെയിലി ഇത് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം കുളിച്ച് തോർത്തി കഴിഞ്ഞിട്ട് നല്ലപോലെ ഒരു പെയിൻ ചീപ്പ് വെച്ചിട്ട് നല്ലപോലെ ചീകി വൃത്തിയാക്കി വെക്കുക. സ്കാൽപ്പ്, അതായത് മുടിയിൽ പേനും ഈരും ഉണ്ടാകുന്നത് കൂടുതലും അഴുക്കുള്ളപ്പോഴാണ്. അപ്പോൾ മാക്സിമം സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് കൂടെ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ തലയിൽ. ഇത് നല്ല റിസൾട്ട്. ഈ പെയിനും ഈരും മാത്രമുള്ളവർക്കല്ല, ഇത് മുടിയുടെ തലയിൽ നല്ല ഫംഗസ് ഒക്കെ, ചിലർക്ക് ഫംഗസ് ഒക്കെ ഉണ്ടാവില്ലേ, ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വളരെ നല്ലതാണ്. നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ ചലഞ്ചിന്റെ 3rd ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം നമ്മൾ കറിവേപ്പിലയും തേങ്ങയിട്ട് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത 2 ഡേ പുതിനയില ഉപയോഗിച്ചിട്ട്. ഇനി ഇന്നും നാളെ നിങ്ങൾ ചെയ്യേണ്ടത് മല്ലിയില, ഒരു പിടി മല്ലിയില, ഒരു പിടി തേങ്ങ, രണ്ടും കൂടെ നല്ലപോലെ മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വേണം കുടിക്കാൻ. അതുപോലെ തന്നെ വെട്ടിവേരിട്ട വെള്ളം വേണം ത്രൂ ഔട്ട് ദ ഡേ കുടിക്കാനായിട്ട്. ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ടേ വേണ്ട. ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ അങ്ങ് ഫോളോ ചെയ്യുക. ഒരു മാസം മാത്രം ക്ഷമിച്ച് കൂടെ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ പാക്ക് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4th ഡേ വീഡിയോയുമായിട്ട് അടുത്ത നാൾ കാണാം.